വാണിജ്യ സിലിണ്ടറുകളുടെ ഇപ്പോഴത്തെ വിലവർധന അന്യായമെന്നാരോപിച്ചും ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ഹോട്ടൽ സംഘടന ഇന്ന് സംസ്ഥാന വ്യാപകമായി കടകളടച്ച് പ്രതിഷേധിച്ചത്. ഹോട്ടൽ സമരം വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെത്തിയ സഞ്ചാരികളെ വലച്ചു. ചെറു ഹോട്ടലുകളും ബേക്കറികളും പോലും അടഞ്ഞുകിടന്നതോടെ ഭക്ഷണമില്ലാതെ ആളുകൾ പ്രതിസന്ധിയിലായി. ഹോട്ടൽ സമരമെന്നറിയാതെ മൂന്നാറിലെത്തിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളായിരുന്നു വലഞ്ഞവരിൽ அധികവും. நாங்க சேலம்ல இருந்து வரோம். எங்க கிளைமேட் மூணாருக்கு வந்திருக்கோம். எங்க கிளைமேட் ரொம்ப நல்லா இருக்கு. ஆனா ஹோட்டல்ல சிலிண்டர் உள்ள ஷார்டேஜ்னால சில ஹோட்டல் எதுவும் இல்ல. அதனால நாங்க கொஞ்சம் சாப்பிடாம கொஞ்சம் அஃபெக்ட் ஆகுறோம். மத்தபடி மூணார்ல நல்லா ஜாலியா என்ஜாய் பண்றோம். പ്രായമായവരും രോഗികളും കുട്ടികളുമൊക്കെ ഭക്ഷണമില്ലാതെ വന്നതോടെ വിശപ്പടക്കാൻ മറ്റു താൽക്കാലിക വഴികൾ തേടി. മറ്റു കടകളിൽ നിന്നും കുടിവെള്ളവും ബണ്ണുമൊക്കെയായിരുന്നു പലരുടെയും ആശ്രയം. മുമ്പേ പ്രഖ്യാപിച്ച ഹോട്ടൽ സമരമായതിനാൽ ഇന്ന് മൂന്നാർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് കേരളത്തിനകത്തു നിന്നുള്ള സഞ്ചാരികൾ കാര്യമായി എത്തിയില്ല. സ്ഥിരമായി ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്ന സഞ്ചാരികളല്ലാത്ത തൊഴിലാളികളടക്കമുള്ള ആളുകളും ഇന്നത്തെ ഹോട്ടൽ സമരത്തെ തുടർന്ന് ഭക്ഷണം കിട്ടാതെ പ്രതിസന്ധിയിലായി. കേരള വൺ മലയാളം, ഇടുക്കി.